കലാസ്നേഹികളെ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കും. തോൽവി LDF കേരളത്തിൽ നോക്കിയാൽ നേടിയിട്ടുണ്ട്. പക്ഷേ കണ്ണൂരിലെ പാർട്ടി കോട്ടകൾ നിലമ്പൊത്തി വീഴുന്ന കാഴ്ച കാണില്ല. അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത്? എങ്ങനെ നമ്മൾ തോറ്റ് വിശ്വസിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ. ഇത് എങ്ങനെ തോറ്റു അത്ര ആലോചിക്കാൻ എന്താ ഉള്ളതെന്ന് ഒരൊറ്റ തെണ്ടുകൾ നമുക്ക് വോട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തോറ്റു. അതന്നെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശദമായിട്ട് പരിശോധന വേണ്ടതാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമല്ല, പൊതുവേ കേരളത്തിൽ നല്ല പരാജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. എന്റെ എല്ലാ മാനവും പോയി. വിഷമിക്കില്ല പാപ്പിച്ചായ സെക്കൻഡില്ലേ. നിലപാട് എന്താന്നുള്ളത് ജനങ്ങളെ അറിയിക്കണം. പാർട്ടി ആർക്കൊപ്പമാണ്, ജനങ്ങൾക്കൊപ്പമാണെന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണം. അത് അവരെ ഉപദ്രവിച്ചുകൊണ്ടായാലും വേണ്ടിയില്ല. ഓരോന്നും സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഴത്തിൽ വിശദമായി പരിശോധിച്ച് തിരുത്തി മുന്നോട്ടേക്ക് പോകാനുള്ള വളരെ ഫലപ്രദമായ സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം പാർട്ടി തീർച്ചയായിട്ടും നിർവഹിക്കുക തന്നെ. അതെ, ഞാൻ കണ്ടകശനി കൊണ്ടേ പോകൂ. കൊണ്ട് ഇനി പോകാം. ഇതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ജോസേ അങ്ങോട്ട് കൂടി അപ്പഴേ നിങ്ങൾ കുറച്ചങ്ങോട്ട് മാറിയെന്നേ, ഒന്ന് മാറിയെന്നേട്ടാ. ജോസിന് ഇച്ചിരി കാറ്റുകൊള്ളട്ടെ. ടി.കെ. ഗോവിന്ദൻ, ജി. സുധാകരൻ, കെ.വി. കുഞ്ഞികൃഷ്ണൻ അടക്കമുള്ളവരുടെ കാര്യത്തിൽ പാർട്ടിക്ക് ഒരു തെറ്റുപറ്റിയെന്ന് ഈ ഘട്ടത്തിൽ തോന്നുന്നു. അതെല്ലാം സംബന്ധിച്ച് പരിശോധിക്കേണ്ടതാണ്. കൃഷ്ണപിള്ളയും അഴുക്കോടനും AKDയും EMSും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലെ ഇപ്പോഴത്തെ നേതാക്കന്മാരെ മുഴുവനും വെടിവെച്ച് കൊന്നിട്ട് അവര് വീണ്ടും ജയിലിൽ പോയത്. ഈ പരാജയത്തെ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു? ഞാൻ ഇങ്ങനെ കാണുന്നു. നീ എങ്ങനെ കാണുന്നു? ആർക്കെന്താ വേണ്ടെന്ന് വെച്ചാൽ എടുത്തോണ്ട് പോ. ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റ് പറ്റിയാലും ജനങ്ങൾക്ക് തെറ്റ് പറ്റില്ല. ജനസംസാരം അങ്ങനെ ഇപ്പോൾ ഒരു വികാര പ്രകടനത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടുന്ന ഒന്നല്ല. ഭരണകൂടമുണ്ടായിരുന്നോ? ഇവിടെ ഒരു സർക്കാർ ഉണ്ടായിരുന്നോ? ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇല്ലായിരുന്നു സുഹൃത്തുക്കളെ, ഇല്ലായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് RDP എന്നൊരു പാർട്ടി മാത്രമായിരുന്നു. അവരുടെ അഴിഞ്ഞാട്ടമായിരുന്നു. നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ ഓടിയെത്തി വിറക് വെട്ടിക്കൊടുക്കും, കുഴി വെട്ടിക്കൊടുക്കും. ഒരു വീട്ടിൽ ഒരു കല്യാണം വന്നാൽ ആദ്യാവസാനം നമ്മളവിടെ ഉണ്ടാവും. ഡോക്ടറെ വിളിക്കാനും രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനും മുൻപന്തിയിൽ കാണും. ഇപ്പോഴതൊന്നും ഇല്ല. ആദ്യത്തെ 6 റൗണ്ടിൽ വന്നു മുഖ്യമന്ത്രിക്കൊന്ന് കയറി വരാൻ. അല്ല, പൊതുവേ വോട്ടിൽ കുറവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഈ മയിലെണ്ണ വിൽക്കണ ലാട വൈദ്യന്മാര് റോട്ടി കിടന്ന് ചെലക്കണ പോലെ നീ എന്റെ അടുത്ത് തന്നെ എത്രയോ പ്രാവശ്യം ഇത് പറഞ്ഞിരിക്കണു. ആർക്ക് വോട്ട് ചെയ്താലും അത് കലേഷിന് കിട്ടുന്ന രീതിയിൽ വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേടുണ്ടാക്കി എന്ന് പറഞ്ഞൊരു അപ്പീല് പോയി നോക്കിയാലോ? അപ്പീലിന് പോകാൻ യുവജനോത്സവത്തിലെ ലളിതഗാന മത്സരത്തിനല്ല സാറ് മത്സരിച്ചത്. ഉൾപ്പെടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒക്കെ പരിശോധിക്കേണ്ടിയിട്ടുണ്ട്. ഓരോ മണ്ഡലത്തിലും ഓരോ പ്രദേശത്തും ഒക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യം വിശദമായിട്ടുള്ള പരിശോധനയിൽ, ആഴത്തിലുള്ള പരിശോധനയിൽ മാത്രമേ മനസ്സിലാക്കാനാവുള്ളൂ. അതെ അതെ അതെ, നീ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കല്ലടാ നായിന്റെ പട്ടി മോനെ. പണ്ട് പണിഞ്ഞവരൊക്കെ തിരിച്ചു പണിയുന്ന സമയം പണി വേണോ? ഓന്തോടിയാൽ ഏതുവരെ? വേലി വരെ, അല്ലാതെ എങ്ങോട്ട്? വേലി പൊളിയാതെ നോക്കണേ. തിരിച്ചടിയായിട്ട് വന്നിട്ടുള്ളത് തോറ്റു നമ്മൾ സമ്മതിക്കില്ലേ? അങ്ങനെ വന്ന തോൽവിയുടെ അടിസ്ഥാനം എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് പരിശോധിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാനും അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരുത്തി മുമ്പോട്ടേക്ക് പോകാൻ പാർട്ടിയെ പ്രാപ്തമാക്കാനും സാധിക്കുകയുള്ളൂ. ഇതിൽ നിന്നെല്ലാം ശക്തിയായ രീതിയിൽ പാർട്ടിക്ക് മുന്നോട്ടേക്ക് വരാൻ കഴിയുമെന്നുള്ള നല്ല ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്ക്. എന്തൊരു തൊലിക്കട്ടി! അത് തനിക്ക് എപ്പോഴാണ് മനസ്സിലായത്? ഇപ്പോഴേ മനസ്സിലായുള്ളൂ. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഇങ്ങനെയുള്ളൊരു തിരിച്ചടി ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു തിരിച്ചടിയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആ തിരിച്ചടിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് പഠിച്ച് ഇനി അത് തിരുത്തി മുമ്പോട്ടേക്ക് പോകാൻ ആവശ്യമായ പ്രവർത്തനം, സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുമ്പോട്ടേക്ക് പോകുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്.